കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് തരം എഡ്യൂക്കേഷനാണ് സൊസൈറ്റിക്ക് സ്കൈലൈറ്റിന് കൊടുക്കാൻ സാധിക്കുക? ഓക്കെ, ഇപ്പോൾ സ്കൈലൈറ്റ് ഏകദേശം ഒരു 5 to 6 ഇയേഴ്സ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ. അതായത് ഇന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവർക്ക് മാർക്ക് ഓറിയൻറ്റഡ് ആണ് എല്ലാ സ്ഥാപനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പക്ഷേ ഇവിടെ ശരിക്കും ആക്ച്വലി വേണ്ടതല്ല. അത് നമ്മുടെ സൊസൈറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ അവിടെ ശരിക്കുമായിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ മാർക്കല്ല കിട്ടുന്നത്, നമുക്ക് കുട്ടികളുടെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ സ്കിൽ, നോളജാണ്. ആ നോളജ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ സൊസൈറ്റിക്ക് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ ഒരിക്കലും അവർ കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് സ്കൈലൈറ്റ് ഇപ്പം പുതിയതായിട്ട് സ്കൈലൈറ്റ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, എന്താണ് കൺസ്ട്രക്ഷൻ, എന്താണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഇത് ഞങ്ങൾ തിയറിയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ പല വിദ്യാർത്ഥികൾക്കും, പല ബിടെക് സ്റ്റുഡൻസിനും, പല ആർക്കിടെക്ട്സിനും കൃത്യമായി നോളജ് കൊടുത്ത് സ്കൈലൈറ്റ് ചെയ്യുന്നൊരു രീതി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുകയും അവർക്ക് നല്ല കമ്പനികൾ തൊഴിൽ കിട്ടുകയും ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇത് സ്കൈലൈറ്റിന് ഞങ്ങൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ്. മാത്രമല്ല, ഇത് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് സ്കൈലൈറ്റ് വളരെ സീരിയസ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.